എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കോഫി ഷോപ്പ് എല്ലാം അടുത്ത ശേഷം ഭൂമി നേരെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വന്ന പാടെ ചുറ്റുപാടുമുള്ള മാറ്റങ്ങൾ കണ്ട് ഭൂമി ആകെ ഒന്ന് ഞെട്ടുന്നു. ഇതെന്താമേ ഇവിടെല്ലാം കെട്ടിപ്പിറക്കി നമ്മളെന്താ നാട് വിടുകയാണോ? മറുപടി അയച്ചതൻ നമുക്ക് ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകണം. ഇതെല്ലാം കേൾക്കുന്ന ഭൂമി നിങ്ങൾ എന്ത് വേണേലും തീരുമാനിച്ചോ, പക്ഷെ ഞാനില്ല നിങ്ങളുടെ കൂടെ നാട്ടിലേക്ക്, നിങ്ങളെ വിടില്ലെന്നാണ് ഭൂമി അവരോട് പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് പോകുന്നു. അമ്മയാകട്ടെ ഇപ്പോൾ അച്യുതനോടെ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൾ സമ്മതിക്കില്ല എന്നുള്ളത്, അവളെയൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്നാ അച്യുതൻ പറയുന്നത്. ഇത്രയും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ഭൂമി അച്യുതനോടെ ചോദിക്കുന്നു, ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നാട് വിടേണ്ട ആവശ്യം എന്താ? എന്തെങ്കിലും പോലീസ് കേസ് ഉണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റാരെല്ലാം തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടോ? ഇതുകൂടി കേട്ടതോടെ അച്യുതൻ ആകെ ദേഷ്യത്തിലാവുകയാണ്. എന്തൊക്കെയായാലും ഇവിടുന്ന് പോയേ പറ്റൂ. ഇത്രയും നാൾ നീ പറഞ്ഞതല്ലേ ഞങ്ങൾ രണ്ടുപേരും കേട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കണമെന്നാണ് അച്ഛൻ മോളോട് പറയുന്നത്. അങ്ങനെ അച്യുതൻ ഏറെ നിർമ്മിത ശേഷം ഭൂമി സമ്മതിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും അച്ഛനെടുക്കുന്ന തീരുമാനങ്ങൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ എന്ന് ഈ ഒരു ചോദ്യം അച്യുതനെ ആകെ പിടിച്ചൊന്ന് ഒലിക്കുന്നുണ്ട്. കുറ്റബോധം കൊണ്ട് അച്യുതൻ ഇപ്പോൾ പുറത്ത് കാറിൽ വന്നിരുന്ന് തന്നെ സംസാരിക്കുകയാണ്. അതിനുശേഷം അച്യുതൻ പഴയ കാര്യങ്ങൾ ഓരോന്നായി ഓർക്കുകയാണ്. അഭിരാമിയെ തന്റെ കയ്യിലേക്ക് കിട്ടിയതും അവളെ കൊണ്ട് ഭാര്യയെ കാണിക്കാനായി വീട്ടിലേക്ക് വന്നതും ആർക്കും സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി വീടും സ്ഥലവും എല്ലാം വിറ്റ് മറ്റൊരിടത്തേക്ക് മാറിയതും. അങ്ങനെ ഒരു സ്വപ്നത്തിലെന്നോണം അച്യുതൻ പെട്ടെന്ന് ഞെട്ടിയുണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ഭൂമി എന്താ സ്വന്തം ആത്മാവിനോടിരുന്ന് ഉരുവിടുന്നത്? മറുപടിയായി അച്യുതൻ ഭൂമി വീണ്ടും അച്ഛനോടെ ചോദിക്കുന്നുണ്ട്, നാട്ടിലേക്ക് ഉടനെ തന്നെ പോകേണ്ട ആവശ്യമുണ്ടോ? കുറച്ചൊരു സാവകാശം എടുത്തോടെ, എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ നടത്താനുണ്ടെന്നാ ഭൂമി പറയുന്നത്. അക്കാര്യം എന്തായാലും മാറ്റാൻ പറ്റില്ല. എന്തൊക്കെയായാലും പോകുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണെന്ന് വിചാരിച്ചോളാനാ അച്യുതൻ ആവശ്യപ്പെടുന്നത്. എന്തൊക്കെയായാലും ഞാൻ നാളെ ചെന്ന് കോഫി ഷോപ്പ് ലക്ഷ്മി ചേച്ചി ഏൽപ്പിക്കാമെന്നാ ഭൂമി പറയുന്നത്. മാത്രമല്ല അവിടെയുള്ള പോലീസുകാരോടും വിവരം പറഞ്ഞ് ഏൽപ്പിക്കാം. ഇത് കേൾക്കുന്ന അച്യുതൻ ചെറുതായെന്ന് ഞെട്ടിക്കൊണ്ട്, നമ്മൾ എവിടേക്കാ പോകുന്നതെന്നൊന്നും ആരോടും പറയണ്ട. ഇവിടെ ഭൂമി അങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ആരും പരിചയമൊന്നും പുതുക്കി വരാൻ പോകുന്നില്ല. അങ്ങനെയല്ല, യഥാർത്ഥ സ്ഥലം ആരോടും പറയണ്ടെന്നാ ഞാൻ പറഞ്ഞതെന്നാ അച്യുതൻ ഭൂമിയെ അറിയിക്കുന്നത്. ഇന്ന് രാവിലെ സൗഭാഗ്യപരതാകട്ടെ മാധവൻ ജോഗിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുകയാണ്. ഇത് കാണുന്ന സൗദാമിനിയമ്മ, നിനക്ക് ഇടയ്ക്കൊക്കെ സംഗീതയെ കൂട്ടിയൊന്ന് പൊക്കൂടെ? മറുപടി മാധവൻ അവൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല എക്സസൈസ് ചെയ്യുന്നുണ്ടെന്നാണ് അമ്മയോട് കളിയാക്കിക്കൊണ്ട് പറയുന്നത്. മുത്തശ്ശി ഇപ്പോൾ സംശയത്തിലെന്നോണം വീണ്ടും ചോദിക്കുന്നുണ്ട്, അജയും അഞ്ജനയും എന്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമാണോ? അവർ തമ്മിൽ ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ എന്നാണ് മുത്തശ്ശി ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന സംഗീത, എന്തുകൊണ്ടായാലും അമ്മയുടെ ഈ തീരുമാനം നല്ലത് തന്നെയാ. കാരണം പണ്ടത്തെ പോലെ ഒന്ന് പുറത്തുനിന്നൊരു വിവാഹം നടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മുൻപും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ആവർത്തിക്കുക. ഈ വീട്ടിൽ 4 പേരക്കുട്ടികളാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അജയുടെ അനിയത്തി, പിന്നെ അഭിരാമിയും അഞ്ജനയും. അതിൽ അഭിരാമിയാണ് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ അജയുടെ സഹോദരി വിവാഹത്തിനൊക്കെ ഒത്തിരി മുമ്പേ തന്നെ ഇവിടെ ഉണ്ടായിരിക്കണം. മുത്തശ്ശി പരാതി എന്നോണം വീണ്ടും പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് പോയിട്ട് അവൾക്കെന്താ അമ്മയും മുത്തശ്ശിയൊക്കെ വേണ്ടാതായോ? കേൾക്കുന്ന സംഗീത ആകെ പരിഭ്രമിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു. സംഗീതയാകട്ടെ മാധവനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നമുണ്ട് അനുപമയുടെ വീട്ടില്. എന്താണെന്ന് അവളൊന്നും തുറന്നു പറയുന്നില്ല. നീ എന്തായാലും ഒന്നുകൂടെ വിളിച്ചു നോക്കാൻ പറഞ്ഞ് മാധവ് ഫോൺ കൊടുക്കുന്നു. സമയം മുറിയിലിരുന്ന് റെസ്റ്റ് ചെയ്യുന്ന അഞ്ജനയുടെ അടുത്തേക്ക് ഭവാനി ചെല്ലുകയാണ്. ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അഞ്ജനയെ കണ്ടപാടെ ആകെ ദേഷ്യത്തിലാണ് ഭവാനി. ഇതെന്താ നീ ഇങ്ങനെ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരുന്നോ? ഞാനൊരു ഗെയിം കളിക്കുകയാണെന്നാ അഞ്ജന പറയുന്നത്. നമ്മൾ കളിക്കുന്ന ലൈഫിന്റെ ഗെയിമിനെ പറ്റി നീ മറന്നുപോയെന്നാ ഭവാനി ചോദിക്കുന്നത്. നീ ഇന്ന് രാവിലെ അജയ്ക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞെന്നാ ഭവാനി ചോദിക്കുന്നത്. മറുപടി പറയാൻ ചെറുതായിട്ടൊന്ന് മടിച്ചിട്ട് ഭവാനി തന്നെ അഞ്ജന നോക്കുകയാ. ഗുഡ് മോർണിംഗ് പറഞ്ഞോന്നോ? അതിനുള്ള മറുപടി കേട്ട് നാണം കെട്ടോന്നും കൂടെ ചോദിക്കുക. ഞാനെന്തോ ചീത്ത പറഞ്ഞതുപോലെയായിരുന്നു അജയുടെ പെരുമാറ്റമെന്നാണ് അഞ്ജന അമ്മയോട് പറയുന്നത്. അജയുടെ ഈ പെരുമാറ്റങ്ങൾ കൊണ്ടൊന്നും നീ പിന്മാറരുതെന്നാ ഭവാനിയുടെ ഉപദേശം. തുടർന്നും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. നീ ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ടോ? നല്ല റെസ്പോൺസ് അല്ലേ എന്ന് ഭവാനി ചോദിക്കുന്നു. പിന്നെ വളരെ നല്ല റെസ്പോൺസാ, മൈൻഡ് പോലും ചെയ്യാറില്ല. ഇത്രയും മെസ്സേജ് അയച്ചിട്ടും ഒരു റിപ്ലൈ പോലും വന്നിട്ടില്ല എന്നാ അഞ്ജന പറയുന്നത്. ഒക്കെ ആയാലും ഇതിൽ നിന്ന് പിന്മാറരുതെന്ന് ഭവാനി വീണ്ടും പറയുന്നുണ്ട്. തനിക്ക് ആ കാര്യം അറിയാം, ഇതിൽ പിന്മാറാൻ ഓപ്ഷൻ ഇല്ലല്ലോ എന്നാണ് അഞ്ജന ചോദിക്കുന്നത്. ഭവാനിക്ക് പറയാനുള്ളതെല്ലാം കേട്ട ശേഷം അഞ്ജന ഭവാനിയോടെ പറയുന്നു, അമ്മേ അവനെന്നെ ഇഷ്ടമല്ല, അവനിപ്പോൾ അവളെയും കൊണ്ട് നടക്കുക. ആരെയെന്നാണ് ഭവാനി ചോദിക്കുന്നത്. വേറെ ആരെ? ആ ഭൂമിയെ തന്നെയെന്നാണ് അഞ്ജന പറയുന്നത്. എന്നെ പേടിപ്പിക്കാൻ വല്ലതും ആയിരിക്കും എന്നാണ് ഭവാനിയുടെ മറുപടി. കേൾക്കുന്ന അഞ്ജന, അത് വെറുതെ ആയിരിക്കുമെന്നാ ഇത്രയും നാളും വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അജയ് എന്നോട് തുറന്നു പറഞ്ഞു, അജയ്ക്ക് ഭൂമിയെ ഇഷ്ടമാ, അതുകൊണ്ട് തന്നെ ഭൂമിയെ കെട്ടിയിരിക്കുമെന്ന്. ഇത് കേൾക്കുന്ന ഭവാനി മനസ്സിൽ പറയുന്നുണ്ട്, ഭൂമിയല്ല അഭിരാമി. കുഞ്ഞിലെ തന്നെ അവൻ അവളെയായിരുന്നു കൂടുതൽ ഇഷ്ടം.
ഭവാനിയുടെ പെട്ടെന്നുള്ള ഈ മൗനം കണ്ട് അഞ്ജന എന്താന്ന് കാര്യം തിരക്കുന്നു. അമ്മ എന്തെത്ര ആലോചിക്കുന്നേ, അവളെ കെട്ടിച്ചു കൊടുക്കാനാണെന്നാ അഞ്ജന ഇപ്പോൾ ഭവാനിയോട് ചോദിക്കുന്നത്. മറുപടി ഭവാനി, ഭൂമിയോ, അവൾ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് ആർക്കറിയാം. ഇത് കേൾക്കുന്ന അഞ്ജന പേടിയോടുകൂടി, അമ്മ എന്താ അവളെ കൊല്ലാൻ പോവുകയാണോ? മറുപടി ഭവാനി, നമ്മുടെ വഴിക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനെയും തന്നെ ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. ഭൂമിയെ ഇല്ലാതാക്കിക്കൊള്ളാമെന്ന് ഭവാനി അഞ്ജനയ്ക്ക് വാപ്പ് കൊടുക്കുന്നു. ഭൂമിയാകട്ടെ ഇപ്പോൾ കോഫി ഷോപ്പിലെ തിരക്ക് പിടിച്ച ജോലികളിലാണ്. അവിടെ ജോലി ചെയ്യുന്ന ലക്ഷ്മി ഇപ്പോൾ ഭൂമിയോട് പരിഭവം പറയുന്നുണ്ട്. എന്നാലും ഭൂമി പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതുണ്ടായിരുന്നോ? ഇത്ര ധൃതി പിടിച്ച് എന്തിനാ നാട്ടിലേക്ക് പോകുന്നതെന്നാ ഭൂമിയോട് ചോദിക്കുന്നത്. കൂട്ടിലൊന്നും എനിക്കറിയില്ല, പക്ഷെ അച്ഛനെ ഞാൻ വേദനിപ്പിക്കില്ലെന്നാണ് ഭൂമി പറയുന്നത്. കൂടിപ്പോയ ഒരു 3 ആഴ്ച, അതിനുള്ളിൽ ഞാൻ തിരിച്ചെത്തുമെന്നും ഭൂമി അവരോട് പറയുന്നുണ്ട്. അച്ഛന് ഇവിടുന്ന് പോകാൻ തക്കതായ എന്തോ കാരണമുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. ഇത്രയും പറഞ്ഞിട്ട് പോലീസുകാർക്കുള്ള ചായയും എടുത്ത് അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇവിടെയുള്ള എല്ലാ ഓഫീസേഴ്സിനോടും ഭൂമി 3 ആഴ്ചത്തേക്ക് ലീവാണെന്നുള്ള വിവരം അറിയിക്കുന്നുണ്ട്. പക്ഷേ കോഫി ഷോപ്പൊന്നും അടിച്ചുപൂട്ടാൻ പോകുന്നില്ല. ലക്ഷ്മി ചേച്ചി ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നതെന്നും അവൾ പറയുന്നുണ്ട്. അതിനുശേഷം അജയുടെ റൂമിലെത്തി അജയ്ക്കും ഭൂമി ചായ കൊടുക്കുന്നുണ്ട്. 3-4 ആഴ്ചത്തേക്ക് ഇനി ഞാനുണ്ടാകത്തില്ല, പകരം ലക്ഷ്മി ചേച്ചിയായിരിക്കും ചായമായി വരുന്നതെന്നാ ഭൂമി പറയുന്നത്. ഇത് കേൾക്കുന്ന അജയ്, താനിതിവിടെ പോകുന്നു? മറുപടി ഭൂമി, നാട്ടിലേക്ക് ഒന്ന് പോയി വരാനാണെന്നാണ് അജയോട്. എൻ്റെ നാട് എവിടെയാണെന്ന് അജയ് ചോദിക്കുമ്പോൾ അച്ഛന് കൊടുത്ത വാക്കിനെ പറ്റി ഭൂമി ഓർക്കുന്നു. ഇങ്ങോട്ടേക്ക് പോവുകയാണെന്ന് ആരോടും പറയണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞേ. അതുകൊണ്ട് തന്നെ അജയോട് പറയാനായിട്ട് ഭൂമി ചെറുതായി ഒന്ന് മടിക്കുന്നുണ്ട്. ശേഷം അല്പനേരം ഭൂമിയുമായി അജയ് വർത്താനം പറയുന്നുമുണ്ട്. എല്ലാം കേട്ടിട്ട് എന്തോ ആലോചിച്ച് നിൽക്കുന്ന ഭൂമിയോടെ അജയ് ചോദിക്കുന്നു, എന്തു പറ്റി, എന്താ പെട്ടെന്നൊരു ആലോചന? ഇപ്പോൾ ഉടനെ ഒന്നും സാറിനോട് ഇങ്ങനെ വർത്താനം പറയാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് നിന്നാണെന്നാ ഭൂമി പറയുന്നത്. അതിനുശേഷം അജയ് ഭൂമിയെ പറ്റി പറയുന്നുണ്ട്. തനിക്ക് നല്ലൊരു മനസ്സുണ്ട്, അത് തൻ്റെ കടയിലെ ബോർഡിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോയിട്ട് അവിടെ തന്നെ തങ്ങാനൊന്നും ഉദ്ദേശം ഉണ്ടാകില്ല, ഉടനെ തന്നെ മടങ്ങി വരണമെന്നാണ് അജയ് പറയുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ ചാൻസിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.